ഹായ് ഗായ്സ്, സോ വെൽക്കം ടു ഫാസ്റ്റ് ട്യൂട്ടോറിയൽസ്. ഇത് നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതും BSc ഫിസിക്സിന്റെ തേർഡ് സെമ്മിലെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിന്റെ ടോപ്പിക്കാണ് ലോജിക് തിങ്കിങ്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ആർഗ്യുമെന്റ്സ്, ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ്, പിന്നെ അതേപോലെ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്, പിന്നെ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്. ഞാൻ പറയാൻ മറന്നുപോയി, ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് വാട്ട് ഈസ് ലോജിക് തിങ്കിങ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം വാട്ട് ഈസ് ലോജിക് തിങ്കിങ്. എന്താണ് ഈ ലോജിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ? ലോജിക്കൽ തിങ്കിങ് is the process of using reasoning consistently to evaluate information and is used in our daily lives to make sense of the world. It involves identifying premises, analyzing arguments, and drawing sound conclusions. Key components include being adjective and solving problems systematically. ഓ മാൻ, ഇത് ഭയങ്കര എന്താ പറയാ, കേട്ടപ്പം തന്നെ നമ്മൾ ആകെ എന്നായി പോയിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് എന്താ പറയാ ഭയങ്കര സിമ്പിളാക്കി മനസ്സിലാക്കിയാലോ. ഓക്കെ, സോ നമുക്ക് ഇതിനെ സിമ്പിളാക്കി മനസ്സിലാക്കാം. എന്താണ് ഈ ലോജിക് തിങ്കിങ്? ഇത് ശരിയും തെറ്റും തമ്മിൽ വേർതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചിന്താ രീതിയാണ്. ഓക്കെ, എന്താണ് ശരിയും തെറ്റും വേർതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചിന്താ രീതി. അതായത് കോംപ്ലക്സ് ആയ ഒരു വിഷയത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി മനസ്സിലാക്കി പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് കൺക്ലൂഷനിൽ എത്തിച്ചേർക്കുകയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഒന്നും കൂടി ഡൗട്ട് ഉണ്ടാവില്ലേ, നമ്മുടെ എക്സാമ്പിളും കൂടി കാണാൻ നമുക്ക് ക്ലിയർ ആവട്ടോ. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് സോക്രേറ്റ് ഈസ് എ മാൻ, ഓൾ മെൻസ് ആർ മോർട്ടൽ, therefore സോക്രേറ്റ് ഈസ് മോർട്ടൽ. അതായത് സോക്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, എല്ലാ മനുഷ്യന്മാരും മരണപ്പെടും, അതുകൊണ്ട് തന്നെ സോക്രേറ്റ്സും ഒരു ദിവസം മരണപ്പെടും. ഈ ഒരു ഇതിനെ നമുക്ക് എങ്ങനെ ലോജിക്കലി മനസ്സിലാക്കാം? സോക്രേറ്റ്സ് ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവനും എന്തുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും ഡെയിലി ലൈഫിൽ നമ്മൾ എന്താ പറയാ നേച്ചുറലി യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതിനാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ എന്താ ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ വലിയ വലിയ ഡെഫിനിഷൻസും കാര്യങ്ങളും കൊടുത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അടുത്ത എക്സാമ്പിളിലേക്ക് നമുക്ക് പോയാലോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത അടുത്ത എക്സാമ്പിൾ ആണ് there is a draft in the room, a window is open, therefore the draft is coming from the window. എന്ന് പറഞ്ഞാൽ എന്താ, റൂമിൽ കാറ്റടിക്കുന്നുണ്ട്, ജനലും തുറന്നിട്ടിട്ടുണ്ട്, അതിനാൽ ആ കാറ്റ് വരുന്നത് ജനലിലൂടെയാണ്. ഇതിന് ലോജിക്കലി നമുക്ക് എങ്ങനെ പറയാം? ആ ജനല് തുറന്നിട്ടത് കൊണ്ട് തന്നെ മുറിയിലേക്ക് കാറ്റടിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, ഇത് ലോജിക്കലി ശരിയാണ്, കാരണം ഇത് കാറ്റടിക്കുന്നത് ആ ജനൽ തുറന്നതിനെ കൊണ്ടാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിക്കൽ തിങ്കിങ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയത് ഈ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ, ദ ഡ്രാഫ്റ്റ് ഈസ് കമ്മിങ് ഫ്രം ദ വിൻഡോ എന്ന് പറഞ്ഞ ഈ കൺക്ലൂഷനെ നമ്മൾ എന്താണ് ഫസ്റ്റ് ഷോർട്ടൺ ചെയ്തിട്ട് 2 പീസാക്കി മുറിച്ച് മാറ്റിയതാണ്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ്ങിനാണ് നമ്മൾ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് not all reasoning we do is accurate. When we automate reasoning through computers, mistakes in logic lead to incorrect results. Therefore, it is crucial to understand how to build a valid logical argument. എന്താണ് ഇത് പറയുന്നത്? എന്നിരുന്നാലും നമ്മളെല്ലാ ചിന്തകളും അല്ലെങ്കിൽ റീസണിങ്ങിലും പൂർണ്ണമായി ശരിയാകണം എന്നില്ല. കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾക്കറിയാം, ഞാൻ ഡെയിലി ലൈഫിൽ എക്സാമ്പിൾസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലൈക്ക് നമ്മൾ ജെമിനി, ChatGPT, നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ജെമിനി ഇറ്റ്സെൽഫ് എന്താണ് പറയുന്നത്? ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് കളിപ്പിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ ജെമിനി എന്ന് പറഞ്ഞാൽ. അത് ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആണെങ്കിലും മനുഷ്യൻ കൊടുത്ത ഒരു ബുദ്ധി അതിനുള്ളൂ. സോ ലൈക്ക് ദാറ്റ് ഈ കമ്പ്യൂട്ടറിനെ നമ്മൾ മുഴുവനായിട്ട് അങ്ങോട്ട് നമ്പിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഒരുപാട് എന്താ പറയാ റീസണിങ്ങും നമ്മുടെ ഒരുപാട് തിങ്കിങ്ങും എന്താ പറയാ എപ്പോഴും ട്രൂ ആവണം എന്നില്ല. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ അപ് ടു ഡേറ്റ് ആണ്, നല്ല കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന റീസണിങ് എന്താവുന്നുള്ളൂ, നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താവുള്ളൂ, ഔട്ട്പുട്ട് എന്താവുള്ളൂ, അടിപൊളി ആവുള്ളൂ. അതേപോലെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഓട്ടോമേറ്റഡ് റീസണിങ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ്. ടോപ്പിക് എന്നല്ല പറയുന്നത്, നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു വേർഡാണ് ഈ ഓട്ടോമാറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ. ശരിക്കും ഈ ഓട്ടോമേറ്റ് റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തുന്ന ഈ ലോജിക്കൽ തിങ്കിങ് ഇല്ലേ,
ഈ സമയത്ത് നമ്മുടെ മനുഷ്യന്മാരുടെ എന്താ പറയാ ആധിപത്യം അതിൽ കുറയാണ്. നമ്മൾ കംപ്ലീറ്റ്ലി ഇതൊരു കമ്പ്യൂട്ടറിനെ ഡിപെൻഡ് ചെയ്യാണ്. കമ്പ്യൂട്ടറിനെ കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഒരുപാട് തെറ്റുകൾ വരുത്താനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറിന് കൊടുത്തിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാത്ത തരത്തിലുള്ള ഒരു റീസണിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോമേറ്റ് റീസണിങ് എന്ന് പറയുന്നത്. ഇവിടെ ലോജിക്കായിട്ട് ചിന്തിക്കാനും ഡിസിഷൻസ് എടുക്കാനും നമ്മൾ ഈ ഒരു മെഷീനാണ് നമ്മൾ എന്താക്കുന്നത്, പ്രാപ്തരാക്കുന്നത്. അങ്ങനെ അതിൽ വരുന്ന തെറ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടർ ഔട്ട്പുട്ടിലും തെറ്റായ ഫലങ്ങളിലേക്ക് നയിക്കും. അതിനാൽ വാലിഡ് ലോജിക്കൽ ആർഗ്യുമെന്റ്സ് എങ്ങനെ നിർമ്മിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇതും എന്താ പറയുക, നമുക്ക് അറിയാം അല്ലെ എങ്ങനെയാണ് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക. നമുക്ക് ചിന്തിച്ചാൽ അറിയാം അല്ലെ, നമ്മൾ നല്ല ഇൻഫർമേഷൻ കൊടുത്താൽ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് premise. What is premise? A premise is a fact or reason provided to support a claim and it's either true or false. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം എന്താണ് ഈ പ്രിമൈസ് എന്ന് പറഞ്ഞാല്. നമുക്കിതിനെ ലൈറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഓക്കെ, അതായത് premises are the fact or reason that we provide to prove our point. നമ്മുടെ പോയിന്റിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടോ അല്ലെങ്കിൽ റീസൺ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിമൈസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റെയിനി ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിമൈസ് ആണ്. ഐ ഫോർഗോട്ട് മൈ അംബ്രല്ല, അത് അനദർ പ്രിമൈസ് ആണ്. സോ ഐ എം ഗോയിങ് ടു ഗെറ്റ് വെറ്റ്, ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ വരുന്നത്. അതായത് പുറത്ത് മഴയാണ്, ഞാൻ എന്റെ കൊട കൊണ്ടുവരാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ നനയാൻ പോവുകയാണ്. അപ്പൊ ഇയാൾക്ക് പറയേണ്ടത് എന്താണ്, മഴ ആയതുകൊണ്ട് ഞാൻ നനയാൻ പോകുന്നതാണ് എന്നാണ്. അതിനെ യൂസ് ചെയ്യുന്ന കുറച്ച് റിക്ലൂസ് അല്ലെങ്കിൽ ഒരു റീസൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഐ ഫോർഗോട്ട് മൈ അംബ്രല്ല എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലൂ, ഒരു നമ്മുടെ ഒരു കൺക്ലൂഷന്റെ ക്ലൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിമൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് കൺക്ലൂഷൻ. നമ്മൾ ഈ പ്രിമൈസ് ഒക്കെ കുറെ ക്ലൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, conclusions are the judgment or logical outcome based on those premises. Premises യൂസ് ചെയ്തിട്ട് കിട്ടുന്ന നമ്മുടെ ലോജിക്കൽ ഔട്ട്കമ്മിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ്, questions and comments cannot be premises because they do not express a claim that it's true or false. അതായത് ഓരോ പ്രിമൈസിനെയും നമ്മൾ കണക്കാക്കുന്നത് ഒരു ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റിലാണ്. ലൈക്ക് ദാറ്റ് നമ്മളിപ്പോ പറയാണ് ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് എന്ന്. പുറത്ത് പോയി നോക്കിയിട്ട് അവിടെ മഴ ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രിമൈസ് ശരിയാണ്, മഴ ഇല്ലെങ്കിലോ ഇതിന്റെ പ്രിമൈസ് അത് റോങ് ആണ്. ഓക്കെ, അപ്പം ഈ പ്രിമൈസിൽ നമുക്ക് ശരിയാകാനും ട്രൂ ആവാനും ഫോൾസ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ക്വസ്റ്റ്യനും കമന്റും ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാൻ നമ്മൾ എന്താ പറയാ, ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ ഉണ്ടോ? അപ്പൊ നമ്മളുടെ ആൻസർ വരെ എന്താ, പുറത്ത് മഴ ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അപ്പൊ നമുക്ക് അത് ട്രൂ ഫോൾസ് ആക്കി എടുക്കാൻ പറ്റുമോ, ഇല്ല. പിന്നെ കമന്റ് വരുന്ന സമയത്താണെങ്കിലോ നമ്മൾ കൽപ്പിക്കുകയാണ്, അതും ഒരു ട്രൂ ഫോൾസ് കേസ് അല്ല. സോ ഐ തിങ്ക് പ്രിമൈസ് എന്താണെന്ന് ശരിക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആർഗ്യുമെന്റ്. എന്താണ് ഫസ്റ്റ് നമുക്ക് നോക്കാം, എന്താണ് ഈ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ. An argument is a set of reason put forward to support a conclusion. സിമ്പിൾ ആയി പറഞ്ഞാല് അതൊരു പോയിന്റിനെ സമർത്ഥിക്കാൻ നമ്മൾ നൽകുന്ന റീസൺ ഓർ എവിഡൻസ് ആണ്. അതും ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലെ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ പ്രിമൈസ് പ്ലസ് കൺക്ലൂഷൻ ഈസ് വാട്ട് വി കോൾ ആസ് എൻ ആർഗ്യുമെന്റ്. അതായത് ഈ പ്രിമൈസും കൺക്ലൂഷനെയും കൂട്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പഴയ എക്സാമ്പിളിൽ നോക്കിയാൽ നമ്മുടെ ആർഗ്യുമെന്റ് എന്തായിരുന്നു, ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്, ഐ ഫോർഗോട്ട് മൈ അംബ്രല്ല, ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബെറ്റ്. ഈ എൻ്റയർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സെന്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ. പ്രിമൈസ് പ്ലസ് കൺക്ലൂഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ആർഗ്യുമെന്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റും ഉണ്ട്, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റും ഉണ്ട്. എന്താണ് ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്, നമ്മൾ നെക്സ്റ്റ് എന്താ പറയാൻ പോകുന്നത്, എന്താണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ടൈപ്പ്, the conclusion must be true if the premises are true. Okay, അതായത് ഇത് ലോജിക്കലി സ്ട്രോങ്ങസ്റ്റ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ആണ്.
ഇഫ് കൺസ്ട്രക്റ്റഡ് പ്രോപ്പർലി, നമ്മൾ പ്രോപ്പർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഉണ്ടാക്കിയാൽ, വിത്ത് ട്രൂ പ്രിമിസസ്, ഉപയോഗിച്ചിരിക്കുന്ന കാരണങ്ങൾ സത്യമാണെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ ഉറപ്പായിട്ടും സത്യമായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഫുൾ പ്രൂഫ് ചെയിൻ ഓഫ് ലോജിക് ആണ്. നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. മിസ്സി is a dog. All dogs are brown. Therefore, Missy is brown. മിസ്സി ഒരു ഡോഗ് ആണ്. എല്ലാ ഡോഗുകളും ബ്രൗൺ ആണ്. അതുകൊണ്ട് മിസ്സിയും എന്താണ്? ബ്രൗൺ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ എന്താണ്? എല്ലാ ഡോഗ്സും brown അല്ല. They have lots of other colors, right? White, black and lots of other colors. പക്ഷെ ഇവിടെ പറയുന്നത് ഓൾ ഡോഗ്സ് ആർ ബ്രൗൺ ആണ്. ലോജിക്കലി അത് റോങ് ആണ്. പക്ഷെ ഈ ഒരു ആർഗ്യുമെന്റ് വെച്ച് നോക്കുമ്പോൾ മിസ്സി ഡോഗ് ആണ്, എല്ലാ ഡോഗ്സും ബ്രൗൺ ആണ്, അതുകൊണ്ട് തന്നെ മിസ്സിയും ബ്രൗൺ ആണ്. ഈ ആർഗ്യുമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണോ പ്രിമിസസ് അതിനനുസരിച്ചുള്ള ഒരു കൺക്ലൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ എക്സാമ്പിൾ ആണ് ഓൾ ടെന്നീസ് ബോൾസ് ആർ റൗണ്ട്. ദ എർത്ത് ഈസ് റൗണ്ട്, therefore earth is a tennis ball. ഓക്കെ, എല്ലാ ടെന്നീസ് ബോളും റൗണ്ട് ആണ്, എർത്തും റൗണ്ട് ആണ്, അതുകൊണ്ട് എർത്ത് ഒരു ടെന്നീസ് ബോൾ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് രണ്ട് പ്രിമിസസും കറക്റ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം എന്താ വെച്ചാൽ എർത്തിന്റെ ഷേപ്പ് എലിപ്റ്റിക്കൽ ആണെങ്കിലും മോസ്റ്റ് ഓഫ് ആൾക്കാർ കോമൺലി പറയാറ് എർത്ത് ഒരു റൗണ്ട് ആണ്. ആക്ച്വലി എർത്തിന്റെ ഷേപ്പ് എന്താണ്? എലിപ്റ്റിക്കൽ ആണെങ്കിലും നമുക്ക് എന്താ പറയാ, ഇത് റൗണ്ട് ഓഫ് ഇതിന് നമുക്ക് എന്താ പറയാം, എർത്ത് ഒരു റൗണ്ട് ആണ്. പക്ഷെ എർത്ത് ഒരു റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് എന്ത് പറയാ, ഒരു ടെന്നീസ് ബോൾ ആവാൻ പറ്റും. ഒരു ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എർത്തിന് ടെന്നീസ് ബോൾ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. വി കനോട്ട് സേ ദാറ്റ് എർത്ത് ഇസ് എ ടെന്നീസ് ബോൾ, റൈറ്റ്? യാ. ഓക്കെ, അപ്പൊ എല്ലാരും പോലെ എനിക്കും ഡൗട്ട് വന്നു. ആക്ച്വലി ഇത് ആകെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു റോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണല്ലോ. ഒരു ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതെന്ത് എർത്തിന് ഒരു ടെന്നീസ് ബോൾ ആണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ കോൺസെപ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാത്തതിനുള്ള പ്രോബ്ലം ആണ് ഇവിടെ വരുന്നത്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് രണ്ട് പ്രിമിസസും ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രിമിസസ് ട്രൂ ആണെങ്കിൽ നമ്മുടെ എന്തായാലും കൺക്ലൂഷനും ട്രൂ ആയിരിക്കണം എന്നതാണ്. അതിൽ ലോജിക് ഉണ്ടോ ലോജിക് ഇല്ലേ എന്നതല്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും എന്താ പറയാ, ഒരു ഫാൾസി ആയിട്ട് ലോജിക്കലി ഫാലസി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാലും നമുക്ക് മനസ്സിലാകണം അതായിരിക്കും അവരുടെ എന്താ പറയാ ഒരു ഐഡിയോളജി. ഐ ഡോണ്ട് നോ. അപ്പം എന്താ പറയുന്നത് വെച്ചാല് രണ്ട് പ്രിമിസസും റൈറ്റ് ആണെങ്കിൽ കൺക്ലൂഷനും മസ്റ്റ് വാണ്ടഡ് ടു ബി റൈറ്റ്. സച്ച് ആർഗ്യുമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഐ തിങ്ക് ദർ ഇസ് നോട്ട് ഹാവിംഗ് എ ഡൗട്ട് നൗ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന്. Deals with probabilities. The premises suggest that the conclusion likely or more probable. അതായത് പ്രോബബിലിറ്റീസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതായത് ഈ പ്രിമിസസിൽ അധികവും സംഭവിക്കാൻ സാധ്യതയാണ് നോക്കുന്നത്, സെർട്ടനിറ്റീസ് അല്ല. എന്ന് വെച്ചാല് പ്രിമിസസ് ഓർ എവിഡൻസ് ഓർ കൺക്ലൂഷൻ ഗ്യാരണ്ടി ചെയ്യില്ല, ബട്ട് ഇറ്റ് സജസ്റ്റ് ഇറ്റ് ഈസ് ലൈക്ലി ഓർ വെരി പ്രോബബിൾ. അതായത് that even though the evidence doesn't prove the conclusion is 100% certain, evidence 100%ഉം കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. It points to the strong possibility that it's true. ഒരു സ്ട്രോങ് പോസിബിലിറ്റി ആണ് വെച്ചാൽ അത് ട്രൂ ആകാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. നമുക്കൊരിക്കലും അത് എന്തായാലും ട്രൂ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആർഗ്യുമെന്റിനാണ് നമുക്ക് എന്താ പറയാ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇതിലുണ്ട്, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പറയാം മേഘം നല്ലാണ്ട് കറുത്തിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പൊ എന്തിന്റെ പോസിബിലിറ്റിയാ? റെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റെയിനിങ്ങിന്റെ പോസിബിലിറ്റിയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും
തറപ്പിച്ച് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ക്ലൗഡ് എന്താ പറയുക ഡാർക്ക് ആയതുകൊണ്ടും വിൻഡ് വരുന്നത് കൊണ്ടും എന്തായാലും മഴ പെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ദർ ഇസ് എ പോസിബിലിറ്റി റൈറ്റ്. അതേപോലെ നമുക്ക് പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റൂ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവിടെ അതേപോലെ ഒരു എക്സാമ്പിൾ, നമ്മുടെ ടെക്സ്റ്റുള്ള എക്സാമ്പിൾ ആണ്. A bag contains 99 red balls. ഒരു ബാഗിൽ എന്തുണ്ട്? 99 റെഡ് ബോൾസ് ഉണ്ട്. ആൻഡ് വൺ ബ്ലാക്ക് ബോൾ, ഒരു ബ്ലാക്ക് ബോളും ഉണ്ട്. 100 people each pick a ball. ഒരു 100 പീപ്പിൾസ് ഓരോരുത്തരും എന്താ പറയാ ഓരോ ബോൾ വീതം എടുക്കുന്നുണ്ട്. സാറ ഈസ് വൺ ഓഫ് ദം. സാറ അതിൽ ഒരാളാണ്. Therefore സാറ probably pick a red ball. അതുകൊണ്ട് സാറ ചിലപ്പോ എന്തായിരിക്കും ഒരു റെഡ് ബോൾ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, 99 റെഡ് ബോൾ ഉണ്ട്, ഒരൊറ്റ ബ്ലാക്ക് ബോളാ. സാറ റെഡ് ബോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ ബ്ലാക്ക് ബോൾ ആയിരിക്കും ഒരാൾക്ക് കിട്ടുള്ളൂ, 100 ആൾക്കാരിലായിരിക്കും ഒരാൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ആ കിട്ടിയ ഒരൊറ്റ ബ്ലാക്ക് ബോൾ സാറക്ക് തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഇത്രയും തോന്നെ റെഡ് ബോൾ ഉള്ളതിനെ കൊണ്ട് സാറ റെഡ് ബോൾ തന്നെ എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ അവിടെ ഒരു പ്രോബബിലിറ്റിയാ കാണുന്നത്. അത്തരം കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും അവിടെ ഒരു കൺക്ലൂഷനോ അല്ലെങ്കിൽ ഒരു 100% നമ്മൾ ഷുവർ ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സച്ച് എ കേസ്. ഓക്കെ, ഇത് അതിന്റെ എക്സാമ്പിൾസ് ഒന്നും കൂടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തതാണ്. ഓക്കെ, I think all my videos you might be understand all of those whatever I had taken. I think it's clear now. ടെക്സ്റ്റിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, കാരണം അതാണ് എനിക്കൊരു സ്യൂട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അതുകൊണ്ടാണ് ഐ ഡോണ്ട് നോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന്. നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് പ്യുവർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകണം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് വെച്ചാല് കമ്പ്യൂട്ടർ എപ്പോഴും റിലയബിൾ ആയി നിൽക്കുന്നത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നതിനെ വെച്ചിട്ടാണ്. നമ്മൾ നല്ലൊരു ഡാറ്റ കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ പറയാ നല്ലൊരു ഡാറ്റാസ് തന്നെ കിട്ടും. നമ്മൾ റോങ് ഇൻഫർമേഷൻ കൊടുത്താൽ കമ്പ്യൂട്ടറും റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും കൊടുത്തിരിക. കമ്പ്യൂട്ടർ ഓട്ടോമേഷനിങ്ങിൽ നമ്മൾ കറക്റ്റ് ആയ ഡാറ്റ കൊടുത്താൽ മാത്രം പോരാ, ലോജിക്കൽ റീസണിങ് എന്താകണം, വാലിഡ് ആകണം. ഒരു റിസൾട്ട് പ്രോബബ്ലി ട്രൂ ആണെങ്കിൽ മീനിങ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി, അത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. സോ കമ്പ്യൂട്ടേഴ്സിന്റെ റീസണിങ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതാക്കില്ല, നമ്മൾ ജെമിനി ആണെങ്കിലും ചാറ്റ് ജി പി ടി ആണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ല കാര്യം. ഞാൻ ചാറ്റ് ജി പി ടി ജെമിനിന്ന് എക്സാമ്പിൾ പറയാട്ടോ, കാരണം നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമുക്ക് എപ്പോഴും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കേസ് ആണ്. സോ നമ്മൾ ഡാറ്റാസ് കൊടുക്കുന്നത് എന്താണ്, എങ്ങനാണോ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു കാര്യമുള്ളൂ അവർക്ക് ഇങ്ങോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് ഓൾ ദീസ് വീഡിയോസ് ആർ ക്ലിയർ. യു മൈറ്റ് ബി ഹാവ് എ നൈസ് ടൈം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ ബൈ. അത് പോകുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.